റോസ് അവന്യൂ കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകരുടെ വാദമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. നേരത്തെ ഇ.ഡി. ശക്തമായ ആരോപണങ്ങൾ, തെളിവുകളുണ്ട് എന്നത് സഹിതം പറയുന്നത് ആണ്, അതിന്റെ റിപ്പോർട്ടുകളാണ് നമ്മൾ കേട്ടത്. ഏത് തരത്തിലേക്കാണ് ഇതിൽ ഗൂഢാലോചനയിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത്, ഈ അഴിമതിയുടെ ഇടപാടിൽ എന്നൊക്കെയുള്ളത്, ഇതിന്റെ കിങ് പിൻ, മുഖ്യ സൂത്രധാരനാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതാണ് ഇ.ഡി. സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകരുടെ വാദമാണ് തുടരുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം തുടരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയിലേക്ക് കൂടി. ബൽറാം നിൽക്കുന്നത് കോടതിക്ക് പുറത്താണ്. ഇപ്പോൾ അവിടെ കോടതിക്കുള്ളിൽ നമുക്കറിയാം വാദം പുരോഗമിക്കുന്നു. 40 മിനിറ്റിലേറെ നീണ്ടു ഇ.ഡിയുടെ വാദം. ഇപ്പോൾ അതിനുശേഷം മറുപടി എന്നോണം അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകരുടെ വാദമാണ് പുരോഗമിക്കുന്നത്. ശക്തമായ ആരോപണങ്ങൾ ഇ.ഡി ഉന്നയിക്കുന്നു. അതിന് മറുപടി നൽകുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ. പുറത്ത് കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? വലിയ സുരക്ഷാ സന്നാഹമൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അനുജ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ കൃത്യമായ ആസൂത്രണത്തോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഡൽഹി പോലീസും കൃത്യമായി ആശയവിനിമയം നടത്തി നടപ്പാക്കിയ ഒരു പദ്ധതി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താനാകും. ഇന്ന് കെജ്രിവാളിനെ കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ആം ആദ്മി പാർട്ടി ഒപ്പം തന്നെ മറ്റ് ഇന്ത്യ മുന്നണിയും ആഹ്വാനം ചെയ്തിരുന്നു. ഇത് കണക്കാക്കിക്കൊണ്ട് ഏതു തരത്തിലുള്ള പ്രതിഷേധം വന്നാലും അതിനെ നേരിടാൻ തക്കവണ്ണമുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് ഡൽഹി പോലീസ്. പ്രധാനമായും ഈ റോസ് അവന്യൂ കോടതിയുടെ തൊട്ടടുത്ത് ആയി തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ ഈ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന് പുറത്ത് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. എല്ലാ നിയന്ത്രണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ എത്തി കെജ്രിവാളിനെ പിന്തുണച്ച് മുദ്രാവാക്യം മുഴക്കിയിരുന്നു. നിരവധി പേർ അതിനുശേഷം ITOയിലേക്ക് പോയി അറസ്റ്റ് വരിച്ചു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ റോസ് അവന്യൂ കോടതി പരിസരം മുഴുവനായി ബാരിക്കേഡുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് പോലീസ്. ഈ റോഡിൽ നിന്നും പിരിഞ്ഞു പോകുന്ന മറ്റെല്ലാ റോഡുകളും പോലീസ് അടച്ചിരിക്കുന്നു. ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അടച്ച് അവിടെ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. പരിശോധനകൾ നടത്തി മാത്രമാണ് ആളുകളെ ഈ ബാരിക്കേഡിനകത്തേക്ക് കോടതി പരിസരത്തേക്ക് കയറ്റിവിടുന്നത്. ഓരോ ബാരിക്കേഡിന് സമീപവും പോലീസിന്റെ വലിയ സംഘത്തെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഈ കോടതിയുടെ ഇരുവശങ്ങളിലും ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പരിസരത്ത് മുഴുവനായി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃത്യമായി രേഖകൾ പരിശോധിച്ച്, ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിച്ച് മാത്രമാണ് ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നത്. വലിയ പ്രതിഷേധം തന്നെ ഇന്ന് ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം തന്നെ ഡൽഹി ITOയിൽ ഉണ്ടായി. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അറസ്റ്റിലാകുന്നത്. ആ ഘട്ടത്തിൽ കോടതിയിൽ ഉന്നയിച്ച അതേ വാദമുഖങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എതിരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഡൽഹിയിലെ മദ്യനയം, അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. കൃത്യമായും ഈ കരാർ ഉറപ്പിച്ച കമ്പനികളിൽ നിന്നും സൗത്ത് ലോബി എന്ന വിശേഷണമാണ് അതിൽ ഈ ഏജൻസികൾ നടത്തിയത്. ഇവർ കൃത്യമായി ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. ഇതനുസരിച്ച് ഈ പണം ചോദിച്ചു വാങ്ങുകയായിരുന്നു ആം ആദ്മി പാർട്ടി എന്നും ഈ പാർട്ടിയുടെ പൂർണ്ണ ചുമതലയുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും അവസാന വാക്ക് എന്നുള്ള നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് ഇതിൽ നിർണായകമായ പങ്കുണ്ട് എന്നുമാണ് ഈ നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ, സിസോദിയയുടെ കുറ്റപത്രത്തിൽ തന്നെ ഈ അഴിമതി സംബന്ധിച്ചുള്ള അന്തിമ ഗൂഢാലോചന നടന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് എന്ന് വ്യക്തമാകിയിരുന്നു. ഒപ്പം തന്നെ അതിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, മലയാളിയായ വിജയ് നായരുടെ ഈ വിഷയത്തിലുള്ള പങ്ക്, അത് ഈ സൗത്ത് ലോബിയിൽപ്പെട്ട പ്രധാന വ്യക്തികളുമായി അല്ലെങ്കിൽ വ്യവസായികളുമായി അരവിന്ദ് കെജ്രിവാൾ സംസാരിച്ചത് ഇയാളുടെ ഫോണിലൂടെയായിരുന്നു. വീഡിയോ കോൺഫറൻസ് വഴി പോലും സംസാരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം അന്വേഷണവുമായി കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവും ED ഉന്നയിച്ചിട്ടുണ്ട് കോടതിയിൽ. എന്നാൽ ഇതിന് എതിരായിക്കൊണ്ട് കെജ്രിവാൾ അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ രേഖകളും നൽകാൻ തയ്യാറായിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി എന്ന ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന
എത്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ വിശദീകരിച്ചത്. ഈ വിഷയത്തിൽ എന്തായാലും ആം ആദ്മി പാർട്ടി രാഷ്ട്രീയമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിലെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം 100 കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ കൈപ്പറ്റി എന്നാണ് ആരോപണം ഉയരുന്നത്. ഇത് ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നും ആണ് ഏജൻസി ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ പലയിടങ്ങളിലായി ഉന്നത നേതാക്കളുടെ വീടുകളിൽ അടക്കം നടത്തിയ റെയ്ഡുകളിൽ 1 രൂപ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന പ്രതിരോധം. ഈ പ്രതിരോധം ഉന്നയിച്ചു തന്നെയാണ് ഈ തെരുവിലുള്ള പ്രതിഷേധം ശക്തമാക്കുന്നതും. ഇന്ത്യ മുന്നണി ഒന്നടക്കം ഈ കെജ്രിവാളിനെ പിന്തുണച്ച് ഈ വിഷയത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു നടപടി അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം തന്നെയാണ് ഈ ഏജൻസി ഉന്നയിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ഒരു പോലീസ് സംഘം തന്നെ ഇവിടേക്ക് എത്തുകയാണ്. വൻനിര പോലീസ് സംഘത്തെ ഒപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗം RPF അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ കോടതി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ സംഘത്തിൽ ഉണ്ട്. ഇത്രത്തോളം ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹി റോസ് അവന്യൂ കോടതി പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. 100 കണക്കിന് പോലീസുകാരെ കോടതി പരിസരത്ത് മാത്രമായി വിന്യസിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രധാന ഇടങ്ങളിലെല്ലാം തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. കർശനമായ പരിശോധനകളോടെ മാത്രമാണ് ആളുകളെ ഇവിടെ നിന്നും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഈ പോലീസ് ഈ കെജ്രിവാൾ കോടതിയിൽ നിന്നും ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കോടതി പരിസരത്തേക്ക് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. സമീപത്തായുള്ള ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന് സമീപവും BJP ആസ്ഥാനത്തിന് സമീപവും വിന്യസിച്ചിരുന്ന പോലീസുകാരാണ് ഇവിടേക്ക് കോടതി പരിസരത്തേക്ക് ഇപ്പോൾ മാറ്റുന്നത്. ഒപ്പം തന്നെ RPF സംഘവും ഈ പോലീസ് സംഘത്തോട് ഒപ്പം എത്തിയിട്ടുണ്ട്. സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി വരും മണിക്കൂറുകളിലും ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കോടതി പരിസരത്ത് ഒരുക്കിയിരിക്കുന്നു. കർശനമായ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അല്പസമയത്തിനകം തന്നെ ഈ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ, കോടതിക്ക് പുറത്തുള്ള സുരക്ഷാ സന്നാഹം എത്രത്തോളമാണ്? നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിന്റെ വിവരങ്ങളൊക്കെയാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ഒരിക്കൽ കൂടി രാധാകൃഷ്ണനിലേക്ക്. ഇപ്പോൾ റിജക്ഷൻ ഓഫ് റിമാൻഡ് വാദിക്കുന്നു കേജ്രിവാളിന്റെ അഭിഭാഷകൻ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? കോടതിയിലെ ഉള്ളിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ കോടതിയിലേക്ക് കൂടുതൽ ആളുകൾ കയറുന്നത് ജഡ്ജി വീണ്ടും, ഇത് 3ാമത്തെ തവണയാണ് ജഡ്ജി അതിന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിനുശേഷവും ആളുകൾ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കെജ്രിവാളിനെ കോടതിയിൽ നിന്ന് കൊണ്ടുപോയിക്കൊള്ളാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. വാദങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ക്ലോസിംഗ് ആർഗ്യുമെന്റ് നടത്തിയത് ASG ആണ്. ASG പറഞ്ഞത് 3 മുതിർന്ന അഭിഭാഷകർ ഈ വിധത്തിലുള്ള തെളിവുകളില്ലായ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തിന് ഹാജരായി എന്ന വാദമാണ് അവസാന ഘട്ടത്തിലേക്ക് ചോദിച്ചിരിക്കുന്നത്. ഈ സെക്ഷൻ 19 ബന്ധപ്പെട്ടിട്ട് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ റിമാൻഡ് അനിവാര്യമാണ് എന്ന് ASG വ്യക്തമാക്കി. എന്നാൽ റിജക്ഷൻ ഓഫ് റിമാൻഡ് വാദിച്ചത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഒരുപക്ഷെ ഒരു സ്പീക്കിംഗ് ഓർഡർ ആയിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അത് അതിനു വേണ്ടിയിട്ടുള്ള സമയമാണ് ഇനി ഉണ്ടാകേണ്ടത്. കോടതി അത് എത്ര സമയം എടുക്കുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ഒരു മുൻവിധി നടത്താൻ സാധിക്കില്ല. ഏതായാലും അതിനുള്ള നടപടികളിലേക്ക് കോടതി കടന്നിരിക്കുന്നു. സമർപ്പിച്ച ഈ റിമാൻഡ് റിപ്പോർട്ട്, അതിന്റെ തുടർച്ചയായിട്ടുള്ള അപേക്ഷകൾ ഇവയെല്ലാം പരിശോധിച്ച് അതിലെ രേഖകളും ഒക്കെ വിലയിരുത്തിയാണ് ഈ ഉത്തരവ്. ഈ റിമാൻഡ് ചെയ്യാനാണ്, തുടർന്ന് റിമാൻഡ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിലും കോടതി ഉത്തരവ് പറയുക. അല്പസമയത്തിനകം ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. അതോടുകൂടി കെജ്രിവാളിന്റെ അറസ്റ്റ്
അദ്ദേഹത്തിന് റിമാൻഡിലേക്ക് നീളുകയാണോ അഥവാ കസ്റ്റഡി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടോ അതല്ല ഈ റിമാൻഡ് അംഗീകരിക്കുന്നില്ലേ കോടതി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയാം. റിമാൻഡ് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടിയും, ഈ റിമാൻഡ് ആവശ്യം നിരാകരിക്കപ്പെടുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധം കൂടിയായി അത് ലഭ്യമാവുകയും ചെയ്യും. അതാണിപ്പോൾ എന്താണ് കോടതി പറയാൻ പോകുന്നത് എന്നതിന്റെ കാത്തിരിപ്പിലെ ആകാംക്ഷയുടെ നിമിഷങ്ങളാണ് ഇനിയുള്ളത്. ഏതാണ്ട് വാദം ഒക്കെ പൂർത്തിയായിട്ടുണ്ട് എന്ന വിവരമാണ് RK നൽകുന്നത്. കോടതിക്ക് പുറത്തും ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസിനെയും ഒപ്പം RPFനെയും കോടതി പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. റിമാൻഡ് തടയാനായി കേജ്രിവാൾ അഭിഭാഷകൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രേഖകൾ പരിശോധിക്കുന്നു. തെളിവടക്കമുള്ള രേഖകൾ ED നൽകിയിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചാണ് കോടതിയുടെ തീരുമാനമുണ്ടാകുന്നത്. ആ തീരുമാനം എന്താകും എന്നതറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി.